നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ കൗതുകകരമായൊരു ചരിത്ര സംഭവത്തെക്കുറിച്ചാണ്. രണ്ട് വീടുകളുടെ കഥ എന്ന് നമുക്കിതിനെ വിളിക്കാം. ഇതൊരു സാധാരണ കഥയല്ല കേട്ടോ. ഒരേ ദിവസം ജനിച്ച, തീർത്തും ദരിദ്രമായ ഒരേ സാഹചര്യത്തിൽ വളർന്ന രണ്ട് സഹോദരന്മാരുടെ കഥയാണിത്. നമ്മുടെ സ്വന്തം ഭാരതത്തിന്റെയും പാകിസ്ഥാന്റെയും ചരിത്രം വളരെ ലളിതമായി ഈ രണ്ട് വീടുകളുടെ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരേ ദിവസം ജനിച്ച രണ്ട് രാജ്യങ്ങൾ എങ്ങനെയാണ് തികച്ചും വ്യത്യസ്തമായ രണ്ട് പാതകളിൽ എത്തിച്ചേർന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. കഥ തുടങ്ങുന്നത് 1947-ലാണ്. വർഷങ്ങളോളം നമ്മെ ഭരിച്ചിരുന്ന ആ വിദേശി തിരികെ പോയപ്പോൾ താൻ കൈയടക്കി വച്ചിരുന്ന ആ വലിയ എസ്റ്റേറ്റ് നടുക്കുവെച്ച് രണ്ടാക്കി വിഭജിച്ചു നൽകി. അങ്ങനെ ഭാരത്, പാക് എന്നീ രണ്ട് പ്രത്യേക വീടുകൾ നിലവിൽ വന്നു. സത്യത്തിൽ അവരുടെ തുടക്കം ഒരേപോലെയായിരുന്നു. 1947 ആ വിഭജനത്തിന്റെ ആദ്യ നാളുകളിൽ രണ്ടുപേരുടെയും കയ്യിൽ കാര്യമായി ഒന്നുമില്ലായിരുന്നു എന്നതാണ് സത്യം. അതിദാരിദ്ര്യവും തകർന്നടിഞ്ഞ സമ്പദ്വ്യവസ്ഥയും മാത്രമായിരുന്നു അവർക്ക് മിച്ചമുണ്ടായിരുന്നത്. ശൂന്യതയിൽ നിന്നാണ് ഇരുവരും തങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ തകർച്ചയിൽ നിന്ന് മുന്നോട്ടു പോകാൻ തങ്ങളുടെ പുതിയ വീടുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നവരെടുത്ത തീരുമാനങ്ങളുണ്ടല്ലോ, അവിടെ നിന്നാണ് എല്ലാം മാറിമറിയുന്നത്. വിദേശി പോയ ഉടനെ തന്റെ വീട്ടിലെല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാനാണ് ഭാരത് ആദ്യം ആഗ്രഹിച്ചത്. അതിനായി ഭാരത് ഒരു സുപ്രധാന തീരുമാനമെടുത്തു. വീട്ടിലെ കാര്യങ്ങൾ സുഗമമായി നടക്കാൻ കൃത്യമായൊരു റൂൾ ബുക്ക് അഥവാ നിയമപുസ്തകം വേണമെന്ന് ഭാരത് തീരുമാനിച്ചു. അതിനായി വളരെ ബുദ്ധിമാനായ ഡോക്ടർ ബി.ആർ. അംബേദ്കർ എന്ന ശില്പിയെ ചുമതലപ്പെടുത്തി. വളരെ കർശനവും എന്നാൽ എല്ലാവർക്കും തുല്യത നൽകുന്നതുമായ ഒരു നിയമപുസ്തകം അവർ തയ്യാറാക്കി. ഇതൊരു സാധാരണ തീരുമാനമായിരുന്നില്ല, വളരെ നിർണായകമായൊരു ചുവടുവെപ്പായിരുന്നു. നമുക്ക് ഈ രണ്ട് രാജ്യങ്ങളുടെയും നിയമനിർമ്മാതാക്കളെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ബി.ആർ. അംബേദ്കർ എന്ന ഒരൊറ്റ ശില്പിയുടെ നേതൃത്വത്തിൽ വളരെ വ്യക്തവും ഏകീകൃതവുമായ ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. എന്നാൽ മറുവശത്ത് പാകിസ്ഥാന്റെ കാര്യത്തിൽ കാര്യങ്ങൾ അല്പം സങ്കീർണമായിരുന്നു. അവർക്ക് തുടക്കത്തിൽ തന്നെ ഒരു നിയമപുസ്തകമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. 1949 ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളടങ്ങിയ ഒബ്ജക്റ്റീവ്സ് റെസല്യൂഷൻ അവതരിപ്പിച്ച പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ലിഖ്യായത്ത് അലി ഖാനെ പോലുള്ള നേതാക്കളെ അവർക്ക് വളരെ വേഗം നഷ്ടമാവുകയും ചെയ്തു. ഈ കാലതാമസം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്ന് പിന്നീട് ചരിത്രം തെളിയിച്ചു. തിരികെ ഭാരതിന്റെ നിയമത്തിലേക്ക് വന്നാൽ അവരുടെ നയം വളരെ വ്യക്തമായിരുന്നു. അതായത്, കാവൽക്കാരൻ ഗേറ്റിൽ തന്നെ നിൽക്കും. ഈ വീട്ടിൽ ജനിച്ച എല്ലാവരും തുല്യരാണ്. അവിടെ ആൺപെൺ വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല. അതിലും പ്രധാനമായി വീടിന്റെ കാവൽക്കാരൻ, അതായത് സൈന്യം, അതിർത്തിയിൽ കാവൽ നിൽക്കാൻ മാത്രമുള്ളതാണ്. വീട് ഭരിക്കേണ്ടത് കാവൽക്കാരനല്ല, മറിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണെന്ന് ആ നിയമപുസ്തകം കൃത്യമായി വരച്ചുകാട്ടി. ഈ രണ്ട് ഭരണഘടനകളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് നോക്കൂ, മതത്തിന്റെ കാര്യമെടുത്താൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. എന്നാൽ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കാണ്. ഇനി രാഷ്ട്രത്തലവന്റെ കാര്യം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏതു മതസ്ഥർക്കും രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ആകാൻ സാധിക്കും. എന്നാൽ പാകിസ്ഥാനിൽ ഭരണഘടനാപരമായി തന്നെ അവർ നിർബന്ധമായി മുസ്ലിമായിരിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥിരത. ഇന്ത്യ 1950 മുതൽ ഒരൊറ്റ ഭരണഘടന പിന്തുടരുമ്പോൾ പാകിസ്ഥാനിൽ അത് പലതവണ റദ്ദാക്കപ്പെടുകയും മാറ്റിയെഴുതപ്പെടുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാന്റെ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അവിടെ നിയമപുസ്തകം എഴുതാൻ വൈകിയപ്പോൾ അത് മുതലെടുത്ത് അവരുടെ കാവൽക്കാരൻ, അതായത് സൈന്യം, കൂടുതൽ ശക്തനായി മാറാൻ തുടങ്ങി. രാഷ്ട്രീയക്കാർക്ക് വീട് ഭരിക്കാൻ അറിയില്ലെന്നും അതിനാൽ ഇനി മുതൽ ഭരണകാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാമെന്നും കാവൽക്കാരൻ തീരുമാനിച്ചു. നിയമം ദുർബലമായത് സൈന്യത്തിന് വളരെ അനായാസം അധികാരത്തിലേക്ക് വരാനുള്ള വഴിയൊരുക്കി എന്നതാണ് സത്യം. ഈ അസ്ഥിരത എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാന്റെ ചരിത്രത്തിൽ അവർക്ക് 3 വ്യത്യസ്ത ഭരണഘടനകളാണ് ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടി 9 വർഷത്തിനു ശേഷം 1956 ചൗധരി മുഹമ്മദ് അലിയുടെ കാലത്ത് ഒന്നാം ഭരണഘടന വന്നു. പക്ഷെ വെറും 2 വർഷം കഴിഞ്ഞപ്പോൾ അത് റദ്ദാക്കപ്പെട്ടു. പിന്നീട് 1962 സൈനിക സ്വേച്ഛാധിപതിയായ അയൂബ് ഖാൻ രണ്ടാമത്തെ ഭരണഘടന കൊണ്ടുവന്നു. അതും റദ്ദാക്കപ്പെട്ടു. ഒടുവിൽ 1973 സുൽഫിക്കർ അലി ഭൂട്ടോയുടെ നേതൃത്വത്തിൽ ഇന്ന് കാണുന്ന മൂന്നാമത്തെ ഭരണഘടന നിലവിൽ വന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ പാകിസ്ഥാന്റെ അവസ്ഥ എന്താണെന്നറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകും. സാങ്കേതികമായി പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ന് പ്രവർത്തിക്കുന്നത് 1973 ഭരണഘടന അനുസരിച്ചാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ആ ഭരണഘടനയ്ക്ക് മുകളിൽ സൈന്യത്തിന് വലിയ സ്വാധീനമുണ്ട്.
ഭരണഘടന അനുസരിച്ച് രാജ്യം ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയക്കാർ ശ്രമിക്കുമ്പോഴൊക്കെ സൈന്യം അതിൽ ശക്തമായി ഇടപെടാറുണ്ട് എന്നതാണ് പാകിസ്ഥാൻ നേരിടുന്ന വലിയൊരു യാഥാർത്ഥ്യം. അങ്ങനെ ദശാബ്ദങ്ങൾക്ക് ശേഷം ഇന്ന് ഈ രണ്ട് വീടുകളിലെയും അവസ്ഥ നോക്കിയാൽ അവ രണ്ട് ധ്രുവങ്ങളിലാണ്. ഒരു ഭാഗത്ത് ഭാരത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി സാമ്പത്തിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും കുതിച്ചുയരുകയാണ്. എന്നാൽ മറുഭാഗത്ത് പാകിസ്ഥാനോ? നിയമത്തേക്കാൾ കാവൽക്കാരന് അധികാരം നൽകിയതിന്റെ ഫലമായി വലിയ സാമ്പത്തിക തകർച്ചയിലും കടക്കെണിയിലുമാണവരിപ്പോൾ. ഒരേ സാഹചര്യത്തിൽ തുടങ്ങിയ രണ്ട് രാജ്യങ്ങൾ എത്തിനിൽക്കുന്ന അവസ്ഥകൾ എത്ര വ്യത്യസ്തമാണല്ലേ? പാകിസ്ഥാൻ ഇന്ന് വലിയ ആന്തരിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് എന്നത് വസ്തുതയാണ്. ഒരു വശത്ത് തങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് ബലൂചിസ്ഥാൻ മേഖലയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. മറുവശത്ത് ഇമ്രാൻഖാന്റെ അനുയായികൾ തെരുവിൽ പ്രതിഷേധിക്കുകയാണ്. ജനാധിപത്യം തിരികെ വേണമെന്നാണ് അവരുടെ ആവശ്യം. ഇതിനെല്ലാം ഉപരിയായി അവിടുത്തെ സ്ത്രീകൾ അവരുടെ അടിസ്ഥാന അവകാശങ്ങൾക്കായി ഇപ്പോഴും വലിയ പോരാട്ടങ്ങൾ നടത്തേണ്ടിവരുന്നു. ഇനി നമുക്ക് ഭാരതിന്റെ വീട്ടിലേക്ക് തിരികെ വരാം. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണോ? ഒരിക്കലുമല്ല. ഇന്ത്യയിലും ആന്തരികമായ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊരു വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ വളരെ സ്വാഭാവികമായ അവസ്ഥയാണ്. എന്നാൽ ഇന്ത്യയുടെ സ്ഥിരതയുടെ അടിസ്ഥാനം ആ ആദ്യത്തെ നിയമപുസ്തകത്തോടുള്ള, അതായത് ഭരണഘടനയോടുള്ള കർശനമായ അനുസരണയിലാണ്. അവിടെ ആർക്കും സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ മാറ്റിയെഴുതാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നും കാവൽക്കാരൻ അതിർത്തിയിൽ തന്നെ നിൽക്കുന്നത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ആയുധങ്ങളോ സൈന്യമോ ഒന്നുമല്ല, മറിച്ച് ജനങ്ങൾക്ക് തുല്യത ഉറപ്പു നൽകുന്ന ശക്തമായ ഒരു ഭരണഘടനയാണ്. ഭരണഘടനയെ നെഞ്ചിലേറ്റിയപ്പോൾ ഒരു രാജ്യം എങ്ങനെ വളർച്ചയുടെ പാതയിലായി എന്നും സൈന്യത്തിന് അമിത പ്രാധാന്യം നൽകിയപ്പോൾ മറ്റൊരു രാജ്യം എങ്ങനെ പ്രതിസന്ധികളിലായി എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തയ്ക്കായി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു ജനാധിപത്യ രാജ്യത്ത് അതിർത്തി കാക്കേണ്ട കാവൽക്കാരൻ സ്വന്തമായി നിയമങ്ങൾ മാറ്റിയെഴുതാൻ തുടങ്ങിയാൽ ആ രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കും? പൗരഘടനകളുടെയും നിയമവാഴ്ചയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ചിന്തിക്കുക, കൂടുതൽ മനസ്സിലാക്കുക. നന്ദി.